ഇവര് KNM പറയുന്നത് നമ്മൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് വാദം. നമ്മൾ മരുഭൂമിയിലെത്തിയാൽ, വിജനപ്രദേശത്തെത്തിയാൽ, ആരുമില്ലാത്ത സ്ഥലത്തെത്തിയാൽ നമ്മൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, സഹായം തേടണം എന്ന് പറയുന്നവരാണ്, നമ്മൾ ജിന്നിനെ തേടണമാണ് എന്ന് ഇവർ ആരോപിക്കുകയാണ് എന്നുള്ള. എന്നിട്ട് ഇവർ സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ ആരാ ജിന്നിനെ വിളിച്ച് തേടുന്നത്? നമ്മൾ ആരാ ജിന്നിനെ വിളിച്ച്? ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രശ്നത്തിലും, ഏത് മരുഭൂമിയിലും, ഏത് വിജനപ്രദേശത്തും നമുക്ക് നമ്മളെ റബ്ബ് മതി, അല്ല മതി, അള്ളഹാനോടേ തേടാൻ പാടുള്ളൂ, ജിന്നിനോട് തേടാൻ പാടില്ല. ഇതിന്റെ കേൾക്കുമ്പോൾ ഈ സാധാരണക്കാരായ വിശ്വം പ്രവർത്തകരുണ്ടല്ലോ, പടച്ചോനെ റബ്ബേ, ഇവര് എന്ത് പടച്ചോനെ ഇങ്ങനെ പറഞ്ഞ നമ്മളെ പണ്ഡിതന്മാരെയാണല്ലോ ഇവര് ഈ ശിർക്ക് ആരോപിച്ചത്. നമ്മളെ കടിച്ച് അരച്ച് കുടിക്കേണ്ട ദേഷ്യമാണ് നമ്മളെ പണ്ഡിതന്മാരെ ഇവർക്ക്. കാരണം എന്താ? അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം ഒരാൾ ശിർക്ക് ആരോപിക്കുകയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് KNM എന്നുള്ള അവർ പറയുന്നത്. ഒരു വിജനപ്രദേശത്തോ മരുഭൂമിയിലോ അകപ്പെട്ടാൽ നമ്മൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, ജിന്നിനോട് സഹായം തരണം എന്ന് പറഞ്ഞ് നമ്മളെ പണ്ഡിതന്മാർ വിസ്റ്റ് എവിടെയാണ് അത് പറഞ്ഞത്? ഇന്ന് വരെ നമ്മളത് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഇതിന് ഈ പാട്ടും പാടി നടക്കുന്ന സലഫി അടക്കം, പിന്നെ അത് കുഞ്ഞുമകന് പിന്നെ ഒന്നും മുണ്ടൂല, നമ്മൾ അത് വേറെ പോട്ടെ, സലഫി അടക്കം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു ഒരുപാട് ആളുകളെ. സത്യത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവർ വിജനപ്രദേശത്ത് മരുഭൂമിയിൽ അകപ്പെട്ട ജിന്നിനെ വിളിച്ച് തേടണം എന്നാണ് വിശ്വം പറയുന്നത്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്താ പറഞ്ഞത്? ഇവർ അള്ളഹാനോട് തേട, വിജനപ്രദേശത്താകട്ടെ, മരുഭൂമിയിലാകട്ടെ, അല്ലെങ്കിൽ സ്വജനപ്രതി എവിടെയാകട്ടെ, ഒരു വിഷമത്തിലും ബുദ്ധിമുട്ടിലും അള്ളഹാനെ അല്ലാതെ വിളിക്കരുതെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അള്ളഹാനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് അവർ പറയുന്നത് സ്റ്റേജിൽ നിന്ന്. പക്ഷെ അവർ പറയുന്ന വേറൊരു അപകടം പിടിച്ച വാദമുണ്ട്. അത് ഈ സാധാരണക്കാർക്ക് മനസ്സിലാകണില്ല. അതെന്താ വാദം? ഇനി ഒരാൾ അങ്ങനെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് ഒരു വെളിച്ചം തരണമേ എന്നോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ കൈപിടിച്ച് ചേർത്തണേന്നോ എങ്ങി ഒരാളങ്ങനെ തേടാൻ പാടില്ല. തേടിയാൽ ശിർക്ക് തന്നെയാണ്. എങ്ങനെ? ജിന്നിനോട് തേടിയാൽ ശിർക്കാ. മൊയ്തീൻ ഷക്കയെ രക്ഷിക്കണേ, അമ്പർത്ത് ബബക്കാക്കണേ എന്ന് തേടുന്നത് പോലെ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്. പക്ഷേ ഒരു മനുഷ്യനോട് തേടുന്നത് പോലെ, മനുഷ്യന്റെ കഴിവിൽപ്പെട്ട സഹായം തേടുന്നത് പോലെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടാകാമെന്ന് കരുതി ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു സഹായം തേടിയാൽ, ഒരു വെളിച്ചം തരണമേ, എനിക്കൊന്ന് വഴി കാണിച്ചു തരണമേ എന്നൊക്കെ അതിനോട് ആരെങ്കിലും ഒരാൾ തേടിയാൽ അതിന് ശിർക്ക് എന്ന് പറയാൻ പറ്റൂലാന്ന്. ഇതാണ് ഇവരുടെ വാദം. വിശ്വകാരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താ അവർ പറഞ്ഞതെന്ന്? അതിന് പ്രാർത്ഥനയില്ല, അത് സൃഷ്ടി കഴിവിനപ്പുറം തേടലല്ല, അത് സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതാണ്. ഏതുപോലെ? മനുഷ്യനോട് മനുഷ്യ കഴിവിൽപ്പെട്ട് തേടുന്നത് പോലെ. അപ്പോൾ മനുഷ്യനോട് ശിർക്കാകുന്ന കാര്യം ജിന്നിനോട് തേടിയാലും ശിർക്കാകും, പ്രാർത്ഥനയാകും. മനുഷ്യനോട് തേടിയാൽ, മനുഷ്യന്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ അതിൽ ശിർക്ക് വരില്ലല്ലോ, അതിൽ പ്രാർത്ഥനയില്ലല്ലോ. അതുപോലെ ജിന്നുകളോട് ജിന്നുകളുടെ കഴിവിൽപ്പെട്ട ഒരു സഹായം തേടാൻ പാടില്ല. ഈ ഒരാളങ്ങനെ തേടിയാൽ അതിന് ശിർക്ക് എന്ന് പറയുന്ന ഹുക്മ പറയാൻ പറ്റില്ല. അത് വസീലത്ത് ശിർക്കാവുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ തേടിയാൽ പിന്നെ ആ ജിന്നിനോട് അയാൾ എന്ത് ചെയ്യും? പാപം പുറത്തു തരണേ, സ്വർഗത്തിലാക്കണേ എന്ന് തേടൽ തുടങ്ങും. അത് ശിർക്കാണ്. അതാണ് ഈ വസീല ശിർക്ക്. അപ്പോൾ ഒരാൾ ഒരു വിജനപ്രദേശത്ത് മരുഭൂമിയിലൊക്കെ അകപ്പെട്ടപ്പോൾ ഒരു മനുഷ്യനോടൊന്ന് വഴി കാണിച്ചു തരണേ, എനിക്കൊരു വെളിച്ചം തരണേ, എനിക്ക് മുങ്ങിപ്പൊങ്ങുമ്പോൾ ഇന്നൊന്ന് കൈ പിടിച്ച് ഉയർത്തണേ എന്ന് പറഞ്ഞെന്താണ്? അത് ശിർക്ക്. വസീലത്ത് ശിർക്കൊന്നുമില്ല. അത്ര തന്നെയാണ് ഇതിന്റെ ഹുക്മ്. പക്ഷേ എന്താണ്? ഇങ്ങനെ തേടിക്കഴിഞ്ഞാൽ അത് ശിർക്കാകൂല. അതാണ് വിശ്വത്തിന്റെ വാദം. അത് ശിർക്കാകൂല, തേടാൻ പാടില്ല, ശിർക്കാകൂല. പക്ഷെ അങ്ങനെ ഇനി ഒരാൾ തേടിയാലോ പിന്നെ അവന്റെ തേട്ടം എവിടേക്ക് പോകും? ജിന്നെ എനിക്ക് ഹിദായത്ത് നൽകണേ, ജിന്നെ എനിക്ക് പാപം പുറത്തു തരണേ, ജിന്നെ എനിക്ക് സ്വർഗം നൽകണേ എന്ന സ്ഥലത്തേക്ക് എത്തും. അതാകുമ്പോൾ എന്താവും? ശിർക്കാണ്. കാരണം എന്താ? ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ല. എന്റെ വിശ്വ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നിങ്ങളെ മുശ്രിക്കുകളാക്കി മാറ്റിയത് ഈ തന്ത്രമാണ്. ഇത് ഫൈസലിനെ അറിയാം, ഹുസൈൻ സൽഫിക്ക് അറിയാം, എല്ലാവർക്കും. ഇത് മുണ്ടാതിരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് മദീനി വേർപ്പൂരിനെ അറിയാം. അദ്ദേഹം നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞു ഇങ്ങനത്തെ ഒരു വാദം തന്നെ ഇല്ല, അത് വച്ച ശിർക്കാന്ന് പറഞ്ഞ ആളാ. അയാൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ, CP സലീം അടക്കം ഒരുപാട് ആളുകൾ നമ്മളൊക്കെ പച്ച ശിർക്ക് തന്നെ പറഞ്ഞ. പക്ഷേ അത് അവർക്ക് സ്റ്റേജിൽ പറയാൻ പറ്റില്ല, പേടിയാണ്. അപ്പൊ എന്താണ് വിസ്റ്റം? എങ്ങനെയാണ് നമ്മളെ പണ്ഡിതന്മാരൊക്കെ അവർ അരച്ചു കൊടുത്ത വടിച്ചു കുടിക്കും KNM പണ്ഡിതന്മാരെ. എന്താ ആ രീതിയിലാണ് അവരെ പറഞ്ഞു, അവരെ തലയിലേക്ക് കയറ്റിയിട്ടുള്ളത്. സലാം പോലും പറയില്ലല്ലേ വിസ്റ്റം ആളുകൾ പലരും. അതിനെന്താ? അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവരിലെ ശിർക്ക് ആരോപിച്ചിരിക്കുന്ന പറഞ്ഞു. നമ്മൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞ്. ഇന്ന സത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അതേ വിധിയാണ് ജിന്ന് പിശാചുക്കളോട് സഹായം നമ്മൾ തേടുന്നതിൽ എന്ത് ശിർക്കാകാത്തൊരു ഇനമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ജിന്നുകളോട് തേടുന്നവന്റെ, പ്രാർത്ഥിക്കുന്നവന്റെ അതേ വിധിയാണ്. കാരണം ശിർക്കായ ഒരു കാര്യം ശിർക്കൽ എന്നുള്ള വിശ്വാസവും ശിർക്കാണെന്ന് ഇജ്മാ ആണ് ഉലമാക്കളിൽ. ഇമാംമാർക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഇത്തിഫാഖ് ഇജ്മാവുമാണ്. ഏത്? ശിർക്കായ ഒരു കാര്യം ശിർക്കൽ എന്നുള്ള വിശ്വാസവും ശിർക്കിന്റെ ഹുക്കുമാണ് എന്നുള്ളതിൽ. ഇതറിയാത്തവരല്ല ഈ പണ്ഡിതന്മാർ. പക്ഷേ വിശ്വത്തിലെ സാധാരണക്കാർക്ക് അത് അറിയില്ലല്ലോ. അപ്പോൾ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട സഹായം നമ്മൾ തേടിയാലും, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായി ജിന്നിനോട് കഴിവിൽപ്പെട്ട സഹായം തേടിയാലും ശിർക്കാണ്. അവരിത് ശിർക്കൽ എന്ന് പറയുന്നു. അപ്പൊ ശിർക്കായ ഒരു കാര്യം ശിർക്കൽ എന്നുള്ള വിശ്വാസവും ശിർക്കാണ്. വിശ്വകാര്യങ്ങൾ എങ്ങനെയാണ് മുശ്രിക്ക് വിശ്വാസത്തിൽ പെട്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും പറ്റിയാൽ നിങ്ങൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ജിന്നിനെ വിളിച്ച് സഹായം തരണമെന്നോ പറഞ്ഞെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല.
ഇപ്പൊ കടപ്പുറത്ത് വെച്ച് പോലും അള്ളാഹു എന്റെ മുജീഷക്കെ രക്ഷിക്കണേ, അമ്പർത്തപ്പാപ്പ കാക്കണേ എന്നിങ്ങനെ ജിന്നയെ കാക്കണേ എന്ന് പറഞ്ഞ ശിർക്കാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു സഹായം ഒരാൾ അങ്ങനെ തേടിയാൽ അതിന് ഷിർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. അവിടെ ഇപ്പൊ എന്താ പറയില്ലെന്ന് അറിയങ്ങള്, നമുക്കല്ല മതി, നമുക്കൊരു ജിന്നും വേണ്ട, നമുക്കല്ല മതി എന്ന് മാത്രം പറയും. അത് ഷിർക്കല്ല, ഷിർക്കാണ് എന്ന് പറയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഷിർക്കിനാണ് സഹോദരങ്ങളെ. വിശ്വം വിഭാഗമേ, നിങ്ങൾ മുശ്രിക്ക് വിശ്വാസം. നിങ്ങൾ മാറിയ നേതാക്കൾ മാറും. നിങ്ങളെ പേടിച്ചിട്ടാ. കാരണം നിങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റൂല. നിങ്ങളെ വിട്ടുകൊടുക്കാൻ ചില നേതാക്കൾക്ക് പറ്റില്ല. കാരണം നിങ്ങളെ വിട്ടുകൊടുത്താൽ നിങ്ങളെ ഷിർക്കിൽ കൂപ്പുകുത്തിക്കും. പിശാചിനെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ തലമുറയിലെത്തിക്കും, ആരാധിക്കുന്ന രീതിയിലെത്തിക്കും. പിശാച് അങ്ങനെയാണ്. അതുകൊണ്ട് പേടിച്ചിട്ട് അവർ വിട്ടുകൊടുക്കാതെ നിങ്ങളെ ദൈവത്തിലേക്ക് ഇറക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കോഴിക്കോട് നമ്മളൊക്കെ വ്യക്തിപരമായി പല വിശ്വം പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ എത്ര ആത്മാർത്ഥമായിട്ട് അവർ പറയുന്നത്. ഈ കേന്ദ്രമാർ നമ്മുടെ പേര് അങ്ങനെ ആരോപിച്ച് ഇങ്ങനെ ഞങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, ചാവക്കാട് വെച്ച് നമ്മളെ സെൽഫിങ്ങൾ പറഞ്ഞ് കേട്ടില്ലേ, കോഴിക്കോട് ഞങ്ങൾ വീണ്ടും പ്രഖ്യാപിച്ചില്ലേ ഇതിനോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും ഷിർക്കാണ് എന്ന്. മമ്പ്രത്തപ്പാപ്പ അള്ളാഹുയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് മൊയ്തീഷക്കെ കാക്കണേ, മമ്പ്രത്തപ്പാപ്പ കാക്കണേ, ജിന്നെ കാക്കണേ എന്നുള്ള എല്ലാ തേട്ടവും അത് മുഴുവനും ഷിർക്ക് തന്നെ എന്നവർ പറഞ്ഞില്ലേ എന്ന്. ശരിയാണ്, പറഞ്ഞു. അത് ഏത് തേട്ടമാ? പ്രാർത്ഥനയാകുന്ന തേട്ടം. മൊയ്തീഷക്കെ രക്ഷിക്കണേ, അള്ളാഹുയെ കാക്കണേ എന്നുള്ളിടത്ത് മൊയ്തീഷക്കെ രക്ഷിക്കണേ, ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. അതാ നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ അവിടെ വെച്ചൊന്ന് അവർക്ക് പറയാമായിരുന്നില്ലേ? അവിടെ വെച്ചൊന്ന് പ്രഖ്യാപിക്കാമായിരുന്നില്ലേ? ആ വിശ്വം പണ്ഡിതന്മാർക്ക് ആ കോഴിക്കോട് വെച്ചിട്ട് ആ സ്റ്റേജിലൊന്ന് എഴുതി കാണിക്കാമായിരുന്നില്ലേ? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നു പിശാചുക്കളോട് നമ്മൾ നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും അത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടതാകട്ടെ പെടാത്തതാകട്ടെ അത് മുഴുവനും ശിർക്ക് തന്നെയാണ്. തേടുന്നത് ബുദ്ധിയുള്ളവനാണോ, പ്രായപൂർത്തിയുള്ളവനാണോ, തേടുന്നത് ജിന്നിനോടാണോ എങ്കിൽ അത് ഷിർക്ക് തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യബോധ്യമായ ജിന്നുകളോടാണോ അത് പച്ച ഷിർക്ക് തന്നെ എന്ന് പറയാൻ അത് KNM ഇറക്കിയ സർക്കുലർ, KGU ഇറക്കിയ സർക്കുലർ ശരിയാണ്. നമുക്ക് ഒരിക്കലും അത് ഷിർക്കല്ല എന്നുള്ള വാദമില്ല എന്ന് ഒരു തവണ അവർ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്നിച്ച് യഥാർത്ഥ നല്ല മുഅ്മിനീങ്ങളായി, യഥാർത്ഥ മുജാഹിദുകളായി നമുക്ക് മാറാമായിരുന്നില്ലേ? എന്തുകൊണ്ടത് പറഞ്ഞില്ല? എന്നിട്ട് അത് പറഞ്ഞപ്പോൾ അതിനെതിരെ സംവാദം നടത്തിയിട്ട് എല്ലാം ഷിർക്കല്ലെന്ന് സ്ഥാപിക്കാൻ 3 സംവാദമാണ് നടത്തിയത്. ഇല്ലാത്ത വാദത്തിനാണോ സംവാദം നടത്തിയത്? രണ്ടു കൂട്ടർക്കും നിങ്ങൾക്കില്ലാത്ത വാദത്തിന് വേണ്ടിയാണോ നിങ്ങൾ 3 സംവാദം നടത്തി ഖുർആൻ ആയത്തും പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് അത് സ്ഥാപിച്ചെടുത്തത്? ഇതിലേതാ നിങ്ങളുടെ പേര് നമ്മൾ കളവും ഇല്ലാത്തതും പറഞ്ഞത്? പറയൂ.